നമസ്കാരം. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 2ആയി. മരിച്ച 2 പേരും സ്ത്രീകളാണെന്നാണ് പ്രാഥമിക വിവരം. ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു സ്ത്രീയാണ് മരിച്ചവരിൽ ഒരാൾ. തിരുവമ്പാടി കണ്ടപ്പൻചാൽ സ്വദേശിനിയാണ് മരിച്ചത്. 63-കാരിയായ ത്രേസ്യാമ്മ മാത്യുവാണ് മരിച്ചവരിൽ ഒരാളെന്നാണ് വിവരം. അപകടത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. KSRTC MD-യോടാണ് റിപ്പോർട്ട് തേടിയത്. നിലവിൽ തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ 15 പേരാണ് ചികിത്സയിലുള്ളത്. 15 പേരുടെ നിലയും തൃപ്തികരമാണ്. KMCT മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ 2 പേരെ എത്തിച്ചിട്ടുണ്ട്. ശ്രീധരൻ, ഏലിയാമ്മ എന്നിവരാണ് KMCTയിൽ ചികിത്സയിലുള്ളത്. ഗുരുതരാവസ്ഥയിലുള്ള 3 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ്സിലുണ്ടായിരുന്ന KSRTC കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറ്റ് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പുറത്തെത്തിച്ചു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താൻ ശ്രമം തുടരുകയാണ്. ഇടുങ്ങിയ പാതയിലെ കലുങ്കിടിച്ച് ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു. കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാംപാറയ്ക്ക് സമീപം കാളിയമ്പുഴയിലേക്കാണ് KSRTC ബസ് മറിഞ്ഞത്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പുഴയിലേക്ക് മറിഞ്ഞത് ബസിന്റെ മുൻഭാഗമായിരുന്നു. ബസിന്റെ മുൻഭാഗത്തിരുന്നവർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. മുത്തപ്പൻപുഴയിൽ നിന്ന് തിരുവമ്പാടിക്ക് പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ വ്യക്തമായിട്ടില്ല. KSRTC ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 40ഓളം പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.